നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത പേരാമ്പ്രയിൽ ആരംഭിച്ച അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ സ്ഥലം സന്ദർശിച്ചു. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ കിഡ്സ് പാർക്ക് കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. നാമക്കലിന് സമീപമാണ് 6-അംഗ സംഘം പോലീസിന്റെ വലയിലായത്. പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനെ തമിഴ്നാട് പോലീസ് പിടികൂടുകയായിരുന്നു. മോഷണത്തിനായി ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിക്കുള്ളിലുണ്ടെന്നാണ് വിവരം. SK ലോജിസ്റ്റിക്കിന്റേതാണ് കണ്ടെയ്നർ. ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത്. അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. അതിനിടയിലാണ് വെടിവെപ്പുണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ 3 ATMകളിൽ നിന്ന് 60 ലക്ഷം രൂപയോളമാണ് നഷ്ടമായത്. ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. മാപ്രാണത്തെ SBI ATMലാണ് 2:10 ആദ്യം മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 35 ലക്ഷം രൂപയുടെ നോട്ടുകൾ ഈ ATMൽ അധികൃതർ നിറച്ചിരുന്നു. ഇത് കവർച്ചാ സംഘം കണ്ടിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ATMകൾക്ക് മുൻപിലെ CCTV ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കാറിൽ മുഖം മൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് പണം കവർന്നത്. 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള ATMകളിലാണ് മോഷണം നടന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിക ജയൻ, കവിത സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സെക്രട്ടറി G സബിത തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. 400 കുട്ടികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ജോലി കൊടുക്കുന്ന ഓർഡർ കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് മഞ്ഞാൻ ഞാൻ ഇവിടെ പോകുന്നത്. 400 കുട്ടികൾക്ക് അല്ലേ ഒരു ജോലിയായ ഒരു വരുമാനമായി. അങ്ങനെ എത്ര കാര്യങ്ങൾ. 500 കുട്ടികൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവരുടെ പഞ്ചായത്ത് നിയമിക്കുകയും അതോടൊപ്പം അവരെ പഠനകാര്യങ്ങളിൽ സഹായിക്കുകയും പഠനകാര്യത്തിൽ മാത്രമല്ല കായിക രംഗത്തും കലാരംഗത്തും അവർക്ക് ഏതിനാണോ അഭിരുചി ആ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിലാണ് പഞ്ചമിയുടെ പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 59 കുട്ടികളാണ്. അധ്യയന വർഷം ആരംഭിച്ച് ഇത്രയായി എന്നുള്ളതുകൊണ്ട് ദേശീയപാത പേരാമ്പ്രയിൽ ആരംഭിച്ച അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ സ്ഥലം സന്ദർശിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് MPയും സംഘവും നിർമ്മാണം ആരംഭിച്ച പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ എത്തിയത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗതം പുനഃക്രമീകരിച്ചിരിക്കുന്ന സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും അടിപ്പാതയുടെ നിർമ്മാണം എത്രയും വേഗം തീർക്കണമെന്നും
അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാനും MP നിർദ്ദേശിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, നേതാക്കളായ ഡെൽജിത്ത് ഞെർലേലി, വിനീഷ് പാറവളപ്പിൽ എന്നിവർ MPയോടൊപ്പമുണ്ടായിരുന്നു. കൂടാതെ പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരം യാത്രാ സൌകര്യത്തിനായി പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപത്തും പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്തുമായി യു-ടേണുകൾ MPയുടെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടിക്കിപ്പുറം കൊരട്ടി, വിഴിഞ്ഞൂര്, അതുപോലെ ചിറങ്ങര, ഈ 5 അടിപ്പാതകളുടെയും പണി ഇപ്പോൾ സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ ട്രാഫിക്കിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും സർവീസ് റോഡ് നന്നാക്കി കഴിയുന്നതും തടസ്സങ്ങളില്ലാതെ സർവീസ് റോഡ് നന്നാക്കി സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പാലക്കാട് PDയുമായി ചാലക്കുടിയിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ വന്നപ്പോഴിപ്പോൾ ചില നിർദ്ദേശങ്ങൾ വന്നു. ഇവിടെ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് യൂട്ടേൺ തിരിയുന്നതിന് വേണ്ടിയിട്ട് പമ്പിൻ്റെ അടുത്ത് സജ്ജീകരണം ഉണ്ടാകുന്നു. അതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ പോലെ തന്നെ പിന്നെ നമുക്കറിയാം ഇതിൻ്റെ പണി കഴിയുന്നത് വേഗം. നാഷണൽ ഹൈവേയുടെ പണിക്ക് അത് വേഗതയുണ്ട്, കാലതാമസം ഉണ്ടാകാറില്ല. വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ പണി നടക്കും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈൽഡ് സർക്യൂട്ട് ഉല്ലാസയാത്രാ സംഘത്തോടൊപ്പം ചിമ്മിനിയിലെത്തിയ KK രാമചന്ദ്രൻ വിളിച്ചുചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു നിർദ്ദേശം. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതി തേടിയതായി അറിയിച്ച ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും പറഞ്ഞു. ചിമ്മിനി വന്യജീവി സങ്കേതം, വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിന് തുക മാറ്റിവെച്ചതായി അറിയിച്ച MLA, വിനോദസഞ്ചാര, ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത്യാവശ്യമാണെന്നും പറഞ്ഞു. 1 മാസത്തിനകം ചിമ്മിനി ഡാമിലെ ടോയ്ലറ്റ് ബ്ലോക്ക് പൂർത്തിയാക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ കിഡ്സ് പാർക്ക് കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ചാലക്കുടി MP ബെന്നി ബഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി അധ്യക്ഷനായി. ചാലക്കുടി AEO PB നിഷ, കൊടകര BPC VB സിന്ധു, PTA പ്രസിഡന്റ് ML ജെയ്സൺ, OSA പ്രസിഡന്റ് സാനി മാസ്റ്റർ, പ്രധാന അധ്യാപിക ML റെനി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കിഡ്സ് പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയ പോൾ മംഗലൻ, പോളി തോമസ് എന്നിവരെ അനുമോദിച്ചു. നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് തിരിച്ചറിവുണ്ടായത്. അതുകൊണ്ടാണ് ഈ സ്കൂൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രേരണ നൽകിയത്, ആത്മവിശ്വാസം നൽകിയ നമ്മുടെ ആത്മീയ ദേവാലയവും ആ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്നത്തെ അച്ഛന്മാരും അതുപോലെ അച്ഛന്മാരും ആയതിനാൽ അച്ഛൻ എത്രയും വേഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്യണം. ആ കൊച്ചിൻ്റെ ആവശ്യം ശരിയാണ്. ആ കുട്ടികളെന്നും ഇതിൽ കടന്നു പോകുമ്പോഴൊക്കെ ഏകദേശം പണി കഴിഞ്ഞിട്ട് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമെത്തിയിട്ട് എന്തുകൊണ്ട് അത് തന്നില്ല എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാം പൂർണ്ണതയിലെത്തിയത് 2 ദിവസം മുമ്പ് തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ ജനങ്ങളുണ്ട്. ഇതിൽ 100-ാം വർഷത്തിലേക്ക് ഈ വിദ്യാലയത്തിൻ്റെ 100-ാം വർഷത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അഭിമാനവും സന്തോഷമുണ്ട്. ഇവിടെ പഠിപ്പിച്ചു പോയ അധ്യാപകർ ഈ കെട്ടിടം. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമായത്. രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം വേലുപ്പാടം മുള ഗവേഷണ കേന്ദ്രം, പാലപ്പിള്ളി തോട്ടങ്ങൾ കടന്ന് ചിമ്മിനി ഡാമിലെത്തി. KSRTCയുടെ പ്രത്യേക സർവീസും ഈ സമയം ചിമ്മിനിയിലെത്തി. യാത്രികർക്ക് KK രാമചന്ദ്രൻ MLA മധുരം വിതരണം ചെയ്തു. തുടർന്ന് KSRTC ജീവനക്കാരും പ്രചോദി നികേതൻ കോളേജിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണത്തിനു ശേഷം MLAയും സംഘവും മടങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപ്പാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം, പുത്തൂർ മൃഗശാല, PG ഡാം സർക്യൂട്ടാണ് വെള്ളിയാഴ്ച തുടങ്ങിയത്.
പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് DTPC നടപ്പാക്കുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യയാത്ര കെ രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സബ് കളക്ടർ അഖിൽ വി മേനോൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, DTPC സെക്രട്ടറി C വിജയരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, PG വൈൽഡ് ലൈഫ് വാർഡൻ VG അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 12, 13 ദിവസങ്ങളിൽ വൈൽഡ് സർക്യൂട്ട് പൂർണ്ണരൂപത്തിൽ ആദ്യയാത്ര നടത്തുമെന്നും ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചതായും DTPC സെക്രട്ടറി C വിജയരാജ് അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത പേരാമ്പ്രയിൽ ആരംഭിച്ച അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ സ്ഥലം സന്ദർശിച്ചു. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ കിഡ്സ് പാർക്ക് കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.